ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട്. ഇത് മുഴുവൻ ഈ ജീർണത ബാധിച്ച പാർട്ടി ഏത് ക്രിമിനലിനും കുടപിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി, അധപ്പതിച്ച പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ രണ്ട് സംഭവങ്ങളിലും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുകയും പോലീസ് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലേ, വലിയ സമരപരിപാടികളുമായി ഞങ്ങളുടെ തലസ്ഥാനത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. ക്രിമിനലുകളുടെ താവളമാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. അവിടെ നടത്തുന്ന അപ്പോയിൻമെന്റ്സ് മുഴുവൻ എന്തൊരു അപമാനമാണ് ഈ സംസ്ഥാനത്തെ. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരോടും ചർച്ചയില്ലാതെ ക്യാബിനറ്റ് കൂടി കുറേ തീരുമാനങ്ങൾ വന്നതിൻ്റെ ഒരു കൂട്ടത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കാനുള്ള തീരുമാനം വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ആലോചിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെ തകർച്ചയിൽ ആരാണ് ഉത്തരവാദി? കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. 2016 ഫെബ്രുവരി 20 ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇതിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 6.5 ലക്ഷം IT ടവർ 1ാം ഘട്ടത്തിൽ. പിന്നെ ഈ കഴിഞ്ഞ 8 വർഷമായി അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നോ? അവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ടായിരുന്നോ? ഓരോ മൈൽ സ്റ്റോൺ ഉണ്ട് ഓരോ ഘട്ടത്തിൽ അവിടെ തീരുമാനിച്ചിരുന്നത്. ഓരോ മൈൽ സ്റ്റോൺ അത് പിന്നിടാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? മുഖ്യമന്ത്രി അന്വേഷിച്ചു, വ്യവസായ മന്ത്രി അന്വേഷിച്ചു, ആരും അന്വേഷിച്ചില്ല. അവസാനം 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതകളുണ്ട്, ഇതിൽ ദുരൂഹതയുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയുണ്ട് അവിടെ. 248 ഏക്കർ ഭൂമിയാണ്. ആ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടം. പദ്ധതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനില്ലേ? 1ാം ഘട്ട ഉദ്ഘാടനം ചെയ്തതല്ലേ 2016. ഈ 8 വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ഈ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് ബഹിഷ്കരിച്ച ആളുകളാണ് ഇവർ. 2016 ഫെബ്രുവരി 20 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ച ആളുകളാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട്, അഴിമതിയുണ്ട്. മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുക. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമനം മുഴുവൻ CPM സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അവരുടെ സംഘടനയും NGO യൂണിയനിലും പെട്ട ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ചു വച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ അതിപ്രസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടക്കാൻ തെരഞ്ഞുപിടിച്ച് CPM അനുകൂല സംഘടനകളിലെ ആളുകളെ മാത്രമാണ് സംസ്ഥാനത്ത് ഉടനീളം വച്ചിരിക്കുന്നത്. ഇത് ഡീലിമിറ്റേഷൻ നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ഞങ്ങൾ ഗൗരവമായി സംശയിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും. അഴിമതി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണിത് പിന്മാറാൻ സർക്കാർ തീരുമാനിച്ചത്? ഒന്ന് അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു എന്ത് മോണിറ്ററിംഗ് ആണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? ആരാണ് പെർഫോം ചെയ്യാത്തത്? ടീകോമാണ് പെർഫോം ചെയ്യാത്തതെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്?
അവരുടെ നിന്നല്ലേ പിഴ ഈടാക്കേണ്ടത്? എഗ്രിമെൻ്റ് ഉള്ളതല്ലേ? എഗ്രിമെൻ്റ് ഉണ്ടല്ലേ? എഗ്രിമെൻ്റ് 2005 മുതലുണ്ട്, 2011 എഗ്രിമെൻ്റ്. അപ്പോൾ പെർഫോമൻസ് ഇല്ല. നോൺ പെർഫോമൻസ് ആണെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നോൺ പെർഫോമൻസ്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ആ 5 കൊല്ലം കൊണ്ട് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒന്നാമത്തെ ടവർ പൂർത്തിയാക്കിയത് ഉദ്ഘാടനം ചെയ്തു. അത് വലിയ സ്റ്റെപ്പല്ലേ? 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് റെഡിയായത്? വലിയൊരു ഘട്ടമല്ലേ അത്? പിന്നെ അവിടെ ഉഴപ്പില്ലല്ലോ, അവിടെ ഒരു നോൺ പെർഫോമൻസ് ഇല്ലല്ലോ. ഇത് ചെയ്യുമല്ലേ ചെയ്തത്? 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ എത്രയാ? വലിയൊരു ഘട്ടമല്ലേ പിന്നിട്ടത്. അപ്പോൾ അവിടെ മുഴുവൻ ഈ കമ്പനികളെ കൊണ്ടുവന്ന് ഈ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? 8 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല. എൻ്റെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആര് പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലാണ്? ഈ 2011 എഗ്രിമെന്റ് വെച്ചത് അച്യുതാനന്ദന്റെ കാലത്തല്ലേ? എന്തായി പറയുന്നത്? 2011 എഗ്രിമെന്റ്, 2011 എഗ്രിമെന്റ്. 2011 എഗ്രിമെന്റ്. അല്ല അല്ല ചോദ്യം വളരെ ക്ലിയറാണ്. അങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? അല്ല, 11 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക ആ കമ്പനിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇവര് തന്നെയല്ലേ എഗ്രിമെന്റ് വെച്ച്? 2011 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക അവരൊരു കാര്യവും ചെയ്യില്ലെന്ന്. അവര് തന്നെ പറയാ ഇവരുടെ സർക്കാർ തന്നെയല്ലേ ചെയ്ത്? അത് തുടരുകയല്ലേ ചെയ്ത്? എന്നിട്ട് ഒന്നും ചെയ്തില്ല. 8 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. എത്ര മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്? ഏത് തരത്തിലെല്ലാം ഗവൺമെന്റ് ഇതിനെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്? അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഓരോ മൈൽ സ്റ്റോൺ, ഓരോ ഫേസിലും ഇത്രമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ ഓരോ മൈൽ സ്റ്റോൺ പിന്നിടുമ്പോഴും എന്താണ് നടക്കാതെ പോയത്, എന്താണ് നടന്നത് എന്നുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടോ? ഗവൺമെന്റിന് ഷെയറില്ലേ? 16% ഷെയറില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റിന്? സ്റ്റേക്ക് ഇല്ലേ ഗവൺമെന്റിന്? സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്റ്റേക്ക് ഉണ്ടല്ലോ, ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ. അല്ല, ഇതിപ്പോ അവസാനിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്യണതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തെല്ലാമാണ് കാരണങ്ങൾ? പൊതുസമൂഹത്തോട് പറയണ്ടേ? ആരും അറിയാതെ മന്ത്രിസഭയിൽ പോയി പാസ്സാക്കിയിട്ട് ഒരു 25 തീരുമാനം പുറത്തു വരുന്നതിൻ്റെ കൂട്ടത്തിൽ വിടേണ്ട ഒരു സംഭവമാണ്. ആണോ? ഒരു ചർച്ച വേണ്ടേ പൊതുസമൂഹത്തിൽ? എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു? ആരാണ് പെർഫോം ചെയ്യാനുള്ളത്? എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകണമെന്ന് എഴുതിയേക്കണം. ഏത് നിലയിൽ? ഒന്നും ചെയ്യാത്ത, ഒരു ബന്ധം IT ആയിട്ട് ഇല്ലാത്ത ഒരു കമ്പനിക്ക് എന്തിൻ്റെ പേരിലാണ് നഷ്ടപരിഹാരം കൊടുക്കണം? ഞാൻ ടീകോം കമ്പനിക്ക് വേണ്ടിയിട്ടല്ല വാദിക്കുന്നത്. ഈ ഒന്നും ചെയ്യാത്ത ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരായിട്ടാണ്. അല്ലല്ല, അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. വിശദമായ ചർച്ചകൾ വേണം അതിൻ്റെ പുറത്ത്. എന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നതെന്ന് കാര്യങ്ങൾ പറയണം. എവിടെയാണ് പരാജയപ്പെട്ടത്, ആരാണ് പരാജയപ്പെട്ടതെന്ന് വ്യക്തമാക്കണം. പിന്നെ ഗവൺമെന്റ് എന്ത് നടപടി ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചു? 8 കൊല്ലം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലോ.
8 കൊല്ലമില്ലേ ഗവൺമെന്റ് ഭരിക്കുന്നു, 8.5 കൊല്ലമായി. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് എന്തിനാ ആലോചിക്കണേ? അതല്ലേ ആലോചിക്കേണ്ടത്. അവർ തന്നെ വോളണ്ടറി ആയിട്ട് ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കണം, ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നെ അവരിങ്ങോട്ട് ലെറ്റർ തന്നു. എന്നിട്ട് അവർക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? അല്ല ചോദ്യം. അത് ക്ലിയർ ചെയ്യണം. അല്ല നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും അറിയാം. പൊതുസമൂഹത്തോടോ മാധ്യമങ്ങളോടോ ഒന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള പ്രോജക്റ്റാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള പ്രോജക്റ്റാണ്. അങ്ങനെ വെറുതെ അങ്ങ് ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വല്ല ഇഷ്ടക്കാർക്കും കൊടുക്കാൻ അത് നടക്കില്ല കേരളത്തിൽ. വരട്ടെ. ഇതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ, വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേക്കുള്ള മാറ്ററാണ്. വലിയ അട്ടിമറിയാണ് നഴ്സിംഗ് സീറ്റുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് കള്ളക്കച്ചവടമാണ് നടന്നിരിക്കുന്നത്. സർക്കാരിന് കിട്ടേണ്ട, മെറിറ്റിൽ കിട്ടേണ്ട 37 നഴ്സിംഗ് സീറ്റുകളാണ് അത് മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയിരിക്കുന്നു. ഈ 2 മാനേജ്മെന്റായിട്ട് CPM-ന് ബന്ധമുണ്ട്. ബാളകം മേഴ്സി നഴ്സിംഗ് കോളേജ്, അതുപോലെ വടശ്ശേരിക്കര സി അയ്യപ്പ കോളേജ്. വടശ്ശേരിക്കര സി അയ്യപ്പ കോളേജിൽ 22 സീറ്റും, അങ്ങനെ 37 സീറ്റാണ് സർക്കാരിന് കിട്ടേണ്ട, മെറിറ്റിൽ കിട്ടേണ്ട, കുട്ടികൾക്ക് കിട്ടേണ്ട സീറ്റ് മാനേജ്മെന്റ് കോട്ടയിൽ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയിരിക്കുകയാണ്. 37 സീറ്റ്. ഞാൻ ഇതിനു മുമ്പൊരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു, ഈ പ്രവേശനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 2 കോളേജുകളിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തിനാണ് ഇവരാരെ സ്വാധീനിച്ചിട്ടാണ് ഈ 2 കോളേജും ഈ സീറ്റുകൾ എവിടെയെങ്കിലും നടക്കുമോ? ഇത് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റ് സീറ്റുകൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? 37 കുട്ടികൾക്കാണ്, സാധാരണക്കാരായ കുട്ടികൾക്കാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടേണ്ടത്. 37 സീറ്റ്. എന്തൊക്കെയാണ് ഈ മാനേജ്മെന്റ് CPM-ന് വേണ്ടി പകരം ചെയ്തു കൊടുത്തത്? നിങ്ങൾ കൂടി അന്വേഷിക്കും. ആ പ്രവാസി സംഗമം അല്ലേ, പ്രവാസി സംഗമത്തിലെ ഗാനമേള, ഇതിന് 20 ലക്ഷം രൂപ. നന്ദിയുണ്ട്. കാര്യം ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് തിരിച്ച് നന്ദിയുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. അല്ല, അത് എന്താണെന്ന് പറയട്ടെ. ഈ ആസ് സച്ച്, അതായത് 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉയർത്തി, 200 കിലോമീറ്റർ ദൂരം 2 സൈഡിലും, പാളത്തിൻ്റെ 2 സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്രത്തിൻ്റെ അനുമതി കൂടി മേടിച്ചുകൊണ്ട് വന്നു, സമ്മതിക്കില്ല. വ്യക്തമാക്കിയില്ല നേരത്തെ. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. എന്തുകൊണ്ട് അതിന്റെ കാരണം വ്യക്തമാക്കണം. ഒപ്പം തന്നെ ടീകോമുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം, ഭൂമി അത് സർക്കാരിന് അഴിമതി നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നതാണ്. അങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം.